റംസാൻ മൊഴികൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സാജിദ് റഹ്മാൻ ഫാറൂഖി. ആത്മവിശുദ്ധിയുടെ കാലമാണ് നോമ്പുകാലം എന്ന് പറയുന്നത്. നോമ്പിന് നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ സൂക്ഷ്മതയുള്ളതാവേണ്ടതുണ്ട്. ദൈവത്തെ സൂക്ഷിച്ചുകൊണ്ട് ആരാധനയിൽ ഭംഗി വരുത്തുക എന്നുള്ളതാണ് നോമ്പിന്റെ പരമപ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. നോക്കൂ, ഈ നോമ്പുകാലം നാവിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്ന ഒരു ഗുണം നേടിയെടുക്കാൻ നമ്മെ പ്രാപ്തമാക്കേണ്ടതുണ്ട്. ദൈവീക പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, നാവിനെ നിയന്ത്രിക്കുന്നവന് സ്വർഗം നൽകപ്പെടുമെന്ന്. നാവിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് അത്രമേൽ പ്രയാസമുള്ള ഒരു സംഗതിയാണ്. എന്നിരുന്നാലും സംസാരത്തെ ഭംഗിയായി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം ഈ നോമ്പുകാലത്ത്. ദൈവീക ഗ്രന്ഥത്തിൽ ഒരു വചനം ഇപ്രകാരം നമുക്ക് കാണാം: വഖൂലു ഖൗലൻ സദീദ. നിങ്ങൾ നിങ്ങളുടെ വാക്കുകളെ നല്ലതാക്കുക, ചൊവ്വായ വാക്ക് നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത്. അതിനാൽ തന്നെ നല്ല സംസാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഒരിക്കൽ ഒരു പണ്ഡിതന്റെ അടുക്കൽ ശിഷ്യനെക്കുറിച്ച് ഒരാൾ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വരുന്നുണ്ട്. ആ പണ്ഡിതൻ ആ ആളോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്, എന്റെ ശിഷ്യനെക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നതിനു മുമ്പ് എന്റെ 3 ചോദ്യങ്ങൾക്ക് വിധേയമാകണം. ആ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ മാത്രമേ താങ്കൾ എന്നോട് സംസാരിക്കുന്നതിൽ അർത്ഥമുള്ളൂ. അങ്ങനെ ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു: താങ്കൾ എന്റെ ശിഷ്യനെക്കുറിച്ച് പറയാൻ പോകുന്ന കാര്യം പൂർണ്ണമായിട്ടും സത്യമാണോ അല്ലയോ? അപ്പോൾ പറയാൻ വന്നിട്ടുള്ള ആള് പറഞ്ഞു, സത്യമാണോ എന്ന് എനിക്ക് ഉറപ്പില്ല, ഞാൻ കേട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ ചോദ്യം ഇപ്രകാരമായിരുന്നു: താങ്കൾ എന്റെ ശിഷ്യനെക്കുറിച്ച് പറയാൻ പോകുന്ന കാര്യം നല്ലതോ ചീത്തതോ? അപ്പോഴും ആ മനുഷ്യൻ മറുപടി പറഞ്ഞു, നല്ലതല്ല, ചീത്തതായിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. മൂന്നാമത്തെ ചോദ്യം: ഞാൻ കേട്ടതുകൊണ്ട് എനിക്കെന്താണ് പ്രയോജനമെന്ന്. അപ്പോൾ ആ മനുഷ്യൻ ഗുരുവിനോട് പറയുന്നുണ്ട്, താങ്കൾ കേട്ടതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല എന്ന്. അപ്പോൾ ഗുരു അദ്ദേഹത്തെ തിരുത്തി പറഞ്ഞു കൊടുക്കുന്നു, ഞാൻ കേട്ടാൽ എനിക്ക് ഒരു പ്രയോജനവുമില്ലാത്തൊരു കാര്യം, എൻ്റെ ശിഷ്യനെക്കുറിച്ച് നല്ലതാണോ എന്ന് ഉറപ്പില്ലാത്തൊരു കാര്യം, 100% സത്യമാണോ എന്ന് കൃത്യതയില്ലാത്തൊരു കാര്യം, പിന്നെ ഞാൻ എന്തിനാണ് അത് കേൾക്കുന്നത് എന്ന്. പലപ്പോഴും നമ്മുടെ സംസാരത്തിൽ ഇപ്രകാരമാണ് സംഭവിക്കാറുള്ളത്. അത്യാവശ്യമെന്താണ്, അനാവശ്യമെന്താണ്, ആവശ്യമെന്താണ് എന്ന് തിരിച്ചറിയാറില്ല. നമ്മുടെ ജീവിതത്തിൽ സംസാരത്തിനൊരു ക്രമം വേണം. അത് ഈ നോമ്പുകാലത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമാകണം. ഞാൻ എന്താണ് പറയേണ്ടത്? ഞാൻ എന്താണ് പറയാൻ പാടില്ലാത്തത്? ദൈവിക പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാവിനെ സൂക്ഷിക്കുന്നിടത്ത് ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. വിഡ്ഢിയുടെ നാവ് അവൻ്റെ ഹൃദയത്തിൻ്റെ മുന്നിലായിരിക്കും, എന്നാൽ ഒരു വിശ്വാസിയുടെ അല്ലെങ്കിൽ ഒരു ബുദ്ധിമാന്റെ നാവ് അവൻ്റെ ഹൃദയത്തിൻ്റെ പിന്നിലായിരിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ വിഡ്ഢി എല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമായിരിക്കും അവൻ ചിന്തിക്കുന്നത്, ഇനി അങ്ങനെ പറയേണ്ടില്ലായിരുന്നു അല്ലേ, ഞാൻ പറഞ്ഞത് അല്പം കൂടിപ്പോയോ എന്നൊക്കെ എല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ചിന്തിക്കും. എന്നാൽ ഒരു ബുദ്ധിമാനാവട്ടെ, അവൻ്റെ നാവ് അവൻ്റെ ഹൃദയത്തിൻ്റെ മുമ്പിലാണ്. അതുകൊണ്ട് തന്നെ ചിന്തിച്ച് കൃത്യതയും വ്യക്തതയും വരുത്തിയിട്ടായിരിക്കും ചില കാര്യങ്ങളെ സംസാരിക്കുക. അതുകൊണ്ടാണ് നാവിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്ന സ്വഭാവം നമ്മൾ നോമ്പുകാലത്ത് നേടിയെടുക്കണം. പഞ്ചേന്ദ്രിയങ്ങൾ നോക്കൂ നിങ്ങൾ, 5 എണ്ണമാണുള്ളത്. ആ 5-ൽ 4 പുറത്താണ് കാണുന്നത്. 1 ത്വക്ക്, അതേപോലെ തന്നെ നമുക്ക് ശ്വസിക്കാനുള്ള മൂക്ക് പരിശോധിച്ച് നോക്കിയാൽ, കാഴ്ചക്കുള്ള കണ്ണ് പരിശോധിച്ച് നോക്കിയാൽ എല്ലാം പുറത്താണ് കാണുന്നത്. എന്നാൽ സംസാരിക്കാൻ അല്ലെങ്കിൽ രുചിക്കാനുള്ള നാവ് 2 മതിൽക്കെട്ടുകൾക്കുള്ളിലാണ് ദൈവം സംരക്ഷിച്ചു വച്ചിട്ടുള്ളത്. 1 പല്ലാണ്, 1 ചുണ്ടാണ്. അങ്ങനെ പറഞ്ഞാൽ ഈ 2 മതിൽക്കെട്ടുകളും പൊട്ടിച്ചു വരുന്ന വാക്കുകൾക്ക് അത്രമേൽ ശക്തിയുണ്ട് എന്നുള്ളതാണ്. അറബി കവിയായിട്ടുള്ള മുത്തനബി എന്ന് പറയുന്ന കവി പറയുന്നുണ്ട്, കുന്തമുനകൾ സൃഷ്ടിക്കുന്ന മുറിവുകൾ കൂടിച്ചേർന്നേക്കും, എന്നാൽ നാവിൻ്റെ കുത്തുകൾ സൃഷ്ടിക്കുന്ന മുറിവുകൾ ഒരിക്കലും കൂടിച്ചേരുകയില്ല എന്നുള്ളത്. അതിനാൽ ഈ നോമ്പുകാലം ഭംഗിയുള്ള, മാന്യതയും വ്യക്തതയും കൃത്യതയുമുള്ള സംസാര ശൈലി കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. റംസാൻ മൊഴികൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് സാജിദ് റഹ്മാൻ ഫാറൂഖി.